ഒരു അധ്യയന വർഷം കൂടി പൂർത്തിയാകുന്നു. ഇനി വേനൽ അവധിക്കാലമാണ്. കുട്ടികൾ ആഘോഷത്തിലാണെങ്കിൽ മാതാപിതാക്കളുടെ ഉള്ളിൽ തീയായിരിക്കും. മക്കളെ വീട്ടിൽ തളച്ചിട്ടാൽ മൊബൈൽ ഫോണിന് അടിമകളാകാം. സോഷ്യൽ മീഡിയയുടെ കെണിയിൽ വീഴാം. ഇനി കളിക്കാനോ മറ്റോ പുറത്തുവിട്ടാലോ അവിടെ അപകടം പതിയിരിക്കുന്നുണ്ട്. ലഹരി മാഫിയകൾ നിങ്ങളുടെ വീടിന് പുറത്ത് കാത്തിരിക്കുന്നുണ്ടാകാം. മക്കൾ പല ഗ്യാങ്ങുകളുടെയും ഭാഗമാകാം. പേടിപ്പെടുത്താൻ പറയുന്നതല്ല കേട്ടോ. കുട്ടികളുടെ മേൽ അതീവ ജാഗ്രതയും നിരീക്ഷണവും ഉണ്ടാകാൻ ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ. കാരണം ഈ പകലും കേട്ടു കൗമാരക്കാരും യുവാക്കളും നാട്ടിൽ ഭീതി പരത്തിയ വാർത്തകൾ. കൊച്ചിയിൽ പണി സിനിമ രീതിയിൽ ആക്രമണം. മലപ്പുറത്ത് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷമുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് കുത്തേറ്റ സംഭവം. കോഴിക്കോട് ആവേശം മോഡലിൽ റാഗിങ്. ഈ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഇതോടൊപ്പം കണ്ണൂർ കൈതപ്പുറം രാധാകൃഷ്ണൻ കൊലക്കേസിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. എൻ്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും. പക്ഷേ കണ്ണൂർ കൈതപ്പുറം സ്വദേശി രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി സന്തോഷ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റുകളിലെ വരികളാണിത്. രാധാകൃഷ്ണന്റെ ഭാര്യയുമായുള്ള സൗഹൃദമാണ് കൊലപാതകത്തിന് കാരണമെന്ന് FIRൽ പറയുന്നു. സ്കൂളിലെ സഹപാഠികളായിരുന്ന പ്രതിയും യുവതിയും തമ്മിൽ കുറച്ച് നാളുകളായി വഴിവിട്ട ചില ബന്ധങ്ങളുണ്ട്. ഇത് ഭർത്താവ് രാധാകൃഷ്ണൻ അറിയുകയും എതിർക്കുകയും ചെയ്തു. പിന്നീട് രാധാകൃഷ്ണനെ പ്രതി സന്തോഷ് പലതവണ ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം സന്തോഷ് ഫേസ്ബുക്കിലൂടെ പരസ്യമായി വെല്ലുവിളിക്കുകയും കൊലപ്പെടുത്തുമെന്ന സൂചന നൽകുകയും ചെയ്തു. ഒടുവിൽ കഴിഞ്ഞ രാത്രി നിർമ്മാണം നടക്കുന്ന വീട്ടിലെത്തി ആസൂത്രിതമായി രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുകയായിരുന്നു. കണ്ണൂർ കൈതപ്പുറത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയതിനു മുമ്പ് വൈകിട്ട് 4:23 തോക്കേന്തി നിൽക്കുന്ന ഒരു ചിത്രം പ്രതി സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കൊള്ളിക്കുക എന്നതാണ് ടാസ്ക്. കൊള്ളിക്കുമെന്നത് ഉറപ്പ് എന്നായിരുന്നു അടിക്കുറിപ്പ്. രാത്രി 7:27 മറ്റൊരു പോസ്റ്റ് ഇട്ടു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എന്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുത് എന്ന്. എന്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും, പക്ഷേ എന്റെ പെണ്ണ്, നിനക്ക് മാപ്പില്ല എന്നായിരുന്നു രണ്ടാമത്തെ കുറിപ്പ്. ഫേസ്ബുക്കിൽ രണ്ടാമത്തെ പോസ്റ്റ് ഇടുന്നതിന് മുൻപ് രാത്രി 7 കൊലപാതകം നടക്കുന്നത്. കൈതപ്പുറം വായനശാല ഗ്രൗണ്ടിന് സമീപത്ത് രാധാകൃഷ്ണൻ പുതുതായി നിർമ്മിക്കുന്ന വീടിന് സമീപത്ത് നിന്ന് വെടിവെക്കുന്ന ശബ്ദം കേട്ടു. പടക്കം പൊട്ടിക്കുന്ന ശബ്ദമാണെന്നാണ് ആദ്യം പരിസരവാസികൾ കരുതിയത്. എന്നാൽ വെടിയേറ്റ് മരിച്ച രാധാകൃഷ്ണന്റെ മകനാണ് കരഞ്ഞ് വീടിന് പുറത്തേക്ക് വന്ന് സംഭവം പരിസരത്തുള്ളവരെ അറിയിച്ചത്. നാട്ടുകാർ ഓടിയെത്തുമ്പോൾ വരാന്തയിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു രാധാകൃഷ്ണൻ. ഉടൻ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. വിവരമറിഞ്ഞ് പരിയാരം പോലീസ് എത്തി വീടും പരിസരവും പരിശോധിക്കുന്നതിനിടെയാണ് വീടിനുള്ളിൽ ഒളിച്ചു നിന്ന സന്തോഷിനെ പിടികൂടിയത്. മദ്യലഹരിയിലായിരുന്ന സന്തോഷ് പിടിയിലാകുമ്പോൾ ഞാനെല്ലാം പറയാമെന്ന് പോലീസിനോട് പറയുന്നുണ്ടായിരുന്നു. മരിച്ച രാധാകൃഷ്ണന്റെ ഭാര്യയുമായി പ്രതിക്കുണ്ടായിരുന്ന സൗഹൃദത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് FIR. വീട് പണിക്കായി വന്ന പ്രതി സന്തോഷ് രാധാകൃഷ്ണന്റെ ഭാര്യയുമായി സൗഹൃദത്തിലായി. ഈ ബന്ധം തുടരാൻ രാധാകൃഷ്ണൻ തടസ്സമായി വന്നതോടെയാണ് സന്തോഷ് കൊലപാതകത്തിന് മുതിർന്നതെന്നും FIRൽ പറയുന്നു. 2 മാസം മുമ്പ് സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ പരിയാരം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പലപ്പോഴും രാധാകൃഷ്ണനെ സന്തോഷ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും വിവരമുണ്ട്. മരിച്ച രാധാകൃഷ്ണന്റെ ഭാര്യ BJP നേതാവാണ്. ന്യൂസ് 18 കണ്ണൂർ. കേരളത്തിലെ പല കുടുംബങ്ങളുടെയും സ്വസ്ഥതയും സമാധാനവും തകർക്കുന്നത് വിവാഹേതര ബന്ധങ്ങളും സംശയരോഗവുമാണ്. അങ്ങനെ പല വീടുകളിലും കൊലപാതകങ്ങൾ അരങ്ങേറുന്ന കാഴ്ച. തിരുവനന്തപുരം കാരോട് പൊറ്റയിൽ എന്ന ഗ്രാമത്തെ നടുക്കിയ സൗമ്യ വധക്കേസ് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. 2012 സംശയത്തെ തുടർന്ന് സൗമ്യയെ ഭർത്താവ് അൻകുമാർ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. സൗമ്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ക്രൂരമായ കൊലപാതകം. കേസിൽ 13 വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. പ്രതിക്കുള്ള ശിക്ഷ നെയ്യാറ്റിൻകര
അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തിങ്കളാഴ്ച വിധിക്കും. മലപ്പുറം സ്വദേശിയായ സൗമ്യ വിവാഹം കഴിഞ്ഞ് അനിൽകുമാറിനൊപ്പം നെയ്യാറ്റിൻകര കാരോട് താമസിച്ചു വരികയായിരുന്നു. മലപ്പുറത്തുള്ള ഒരാളുമായി സൗമ്യയ്ക്ക് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അനിൽ അവരെ തല്ലുന്നത് പതിവായിരുന്നു. പലപ്പോഴും അയൽക്കാരാണ് സൗമ്യയെ ഭർത്താവിന്റെ തല്ലിൽ നിന്ന് രക്ഷിച്ചിരുന്നത്. സംഭവം നടക്കുന്ന 2012 ഫെബ്രുവരി 7 സൗമ്യ നാട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുകയായിരുന്നു. ഇതിനായി അയൽക്കാരിൽ നിന്ന് 500 രൂപ കടവും വാങ്ങി. എന്നാൽ ഈ സമയം വീട്ടിലെത്തിയ അനിൽകുമാർ ബലമായി സൗമ്യയെ വീടിനുള്ളിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോയി. പിന്നാലെ മർദ്ദിച്ചവശയാക്കി കഴുത്തു ഞെരിച്ചു കൊന്നു. കൃത്യം കഴിഞ്ഞ് സൗമ്യ സ്വയം കെട്ടിത്തൂങ്ങി മരിച്ചുവെന്ന് വരുത്തി തീർക്കാൻ ഒരു സാരിയുടെ കുരുക്കുണ്ടാക്കി 2 മുറിച്ച് മൃതദേഹത്തിന് സമീപം ഉപേക്ഷിച്ചു. ശേഷം അയൽവാസിയെയും ബന്ധുവായ ബാബു എന്നയാളെയും കൂട്ടിന് വിളിച്ചു. ടാക്സി വരുത്തി പാറശാല ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച ശേഷം അനിൽ കടന്നു കളഞ്ഞു. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് അനിൽകുമാറിനെതിരെ തെളിഞ്ഞത്. പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത് ജയിലിൽ അയച്ചു. തെളിവിന്റെ അഭാവത്തിൽ 2ാം പ്രതി ബാബുവിനെ കോടതി വെറുതെ വിട്ടു. കേസിൽ തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല എ. അജികുമാർ കോടതിയിൽ ഹാജരായി. ന്യൂസ് 18 തിരുവനന്തപുരം. പണി സിനിമയെ ഓർമ്മിപ്പിക്കും വിധം കത്തിയും ഇരുമ്പുവടിയും ഉപയോഗിച്ചുള്ള ക്രൂരമർദ്ദനം. വേദന സഹിക്കാനാവാതെ യുവാവ് നിലവിളിച്ചപ്പോൾ ആക്രോശം. ശബ്ദമുയർത്തിയാൽ ജീവനോടെ കത്തിക്കുമെന്നും നാവും ചെവിയും മുറിച്ചു കളയുമെന്നും ഭീഷണി. പെൺസുഹൃത്തിനോട് സംസാരിച്ചതിനാണ് യുവാവിന് നേരെ ഗുണ്ടാ നേതാവ് കൊലവിളി മുഴക്കിയത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പ്രതി ശ്രീരാജിനെ മുളവുകാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പണി എന്ന സിനിമ തന്നെ സ്വാധീനിച്ചതായി പ്രതി പോലീസിനോട് പറഞ്ഞു. കൊച്ചി താന്തോന്നിത്തുരുത്ത് സ്വദേശി ശ്രീരാജ് പോലീസിന് സ്ഥിരം തലവേദനയാണ്. ലഹരിക്കടത്ത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമം ഉൾപ്പെടെ 10-ലേറെ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ശ്രീരാജിന്റെ പെൺസുഹൃത്തിനോട് സംസാരിച്ചതിനും അടുപ്പം പുലർത്തിയതിനുമാണ് തൃക്കാക്കര സ്വദേശിയായ യുവാവിനെ ഇങ്ങനെ തല്ലിച്ചതച്ചത്. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയ ശേഷം കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ഇരുമ്പുവടി കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. അടിയേറ്റു വീണ യുവാവിനെ കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച പിന്നെയും മർദ്ദനം തുടർന്നു. ഒടുവിൽ പ്രാണരക്ഷാർത്ഥം ഇയാൾ ഓടി രക്ഷപ്പെട്ടു. സുഹൃത്തിനെ കൊണ്ട് മൊബൈലിൽ ചിത്രീകരിച്ച വീഡിയോ ശ്രീരാജ് തന്നെ വാട്സപ്പ് സ്റ്റാറ്റസാക്കി. തുടർന്ന് പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തിയ ശ്രീരാജ് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കൂട്ടുകാരിയുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പെൺകുട്ടിയുടെ പരാതിയിൽ ശ്രീരാജിനെ മുളവുകാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺസുഹൃത്തിനുള്ള മുന്നറിയിപ്പാണെന്നാണ് പോലീസിനോട് പ്രതി പറഞ്ഞത്. അടുത്ത് കണ്ട മലയാള സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആ രീതിയിലാണ് വിളിച്ചിറക്കി മർദ്ദിച്ചതെന്നാണ് ശ്രീരാജ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് 18 കൊച്ചി. കഴിഞ്ഞ അധ്യയന വർഷം കേരളത്തിലെ പല സ്കൂളുകളിലും ക്യാമ്പസുകളിലും തല്ലുമാലയുടെ പൊടിപൂരമായിരുന്നു. സ്കൂൾ അടയ്ക്കുന്ന അവസാന ദിവസവും മലപ്പുറത്തെ സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. പെരിന്തൽമണ്ണ താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കത്തിക്കുത്തിൽ കലാശിച്ചു. കത്തിയുമായി സ്കൂളിലെത്തിയ വിദ്യാർത്ഥി സഹപാഠികളായ 3 പേരെ കുത്തി. ആക്രമണത്തിൽ പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 10ാം ക്ലാസ്സുകാരായ 2 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് 11:30 സംഭവം. SSLC പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു തർക്കം. വാക്കുതർക്കം കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കും വഴിമാറി. ഒരു വിദ്യാർത്ഥി കൈവശമുണ്ടായിരുന്ന മൂർച്ചയേറിയ വസ്തുകൊണ്ട് മറ്റു കുട്ടികളെ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ കുട്ടികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. മുൻപ് ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ പരീക്ഷ എഴുതാൻ മാത്രം അനുമതിയുള്ള ഒരു കുട്ടിയാണ് മറ്റു കുട്ടികളെ ആക്രമിച്ചതെന്നാണ് പ്രാഥമിക വിവരം.
അക്രമ സ്വഭാവമുള്ള കുട്ടിയെ മുൻപ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയും പിന്നീട് DDEയുടെ അനുമതിയോടെ തിരികെ സ്കൂളിൽ പ്രവേശിച്ചതുമായിരുന്നു. മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് പരീക്ഷയ്ക്ക് ശേഷം വീണ്ടും സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കിയത്. ഇപ്പോൾ പരിക്കേറ്റ കുട്ടികളും ആക്രമിച്ചവരും തമ്മിൽ മുൻപും കയ്യാങ്കളിയും സംഘർഷവും ഉണ്ടായിട്ടുണ്ട്. ആയുധം കൊണ്ട് ആക്രമിച്ച വിദ്യാർത്ഥിയുടെ കൂടെയുണ്ടായിരുന്ന രണ്ടുപേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്തവരാണ് രണ്ടുപേരും എന്നതുകൊണ്ട് ചട്ടങ്ങൾ പ്രകാരമാണ് പോലീസിന്റെ തുടർ നടപടികൾ. കേരളത്തിലെ +2 വിദ്യാർത്ഥികളെ പോയ വർഷം അധ്യാപകർ എന്താണ് പഠിപ്പിച്ചത്? സ്കൂൾ പഠനം പൂർത്തിയാക്കി കോളേജുകളിലേക്ക് പോകുന്ന കുട്ടികളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പേടിയാണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ്. കോഴിക്കോട് നാദാപുരം പേരോട് സ്കൂളിലെ റാഗിങ്ങാണ് ഒടുവിൽ പുറത്തു വന്ന കേസ്. ഷർട്ടിൻ്റെ ബട്ടണിടാത്തതിൻ്റെയും താടി വടിക്കാത്തതിൻ്റെയും പേരിലാണ് +1 വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത്. വിദ്യാർത്ഥിയുടെ തല ചുമരിൽ ഇടിപ്പിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ 4 +2 വിദ്യാർത്ഥികൾക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നാദാപുരം പേരോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റത്. ഷർട്ടിന്റെ ബട്ടൺ ഇടാത്തതും താടി വടിക്കാത്തതുമാണ് +2 വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത്. സംഭവത്തിൽ 4 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. റാഗിങ്ങിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മർദ്ദനത്തിൽ +1 വിദ്യാർത്ഥിയുടെ ചെവിക്ക് ഗുരുതര പരിക്കേറ്റിട്ടുമുണ്ട്. സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ മർദ്ദനത്തിനും തടഞ്ഞുവെച്ചതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നാദാപുരം പോലീസ് കേസെടുത്തത്. പരീക്ഷ എഴുതാൻ വേണ്ടി സ്കൂളിലെത്തിയ +1 വിദ്യാർത്ഥിയുമായി സീനിയർ വിദ്യാർത്ഥികൾ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. കൈകൾ പിന്നിലേക്ക് പിടിച്ചുവെച്ച് മർദ്ദിക്കുകയും തല പിടിച്ച് ചുമരിലിടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി. ന്യൂസ് 18 കോഴിക്കോട്. പിള്ളേര് രാത്രിയിൽ കത്തിയും ആയുധങ്ങളുമൊക്കെയായി പുറത്തിറങ്ങും. കണ്ടാലും കണ്ടിലും നടിക്കേണ്ട അവസ്ഥയാണിപ്പോൾ. കൊച്ചി കലൂർ SRM റോഡിൽ ഒരു സംഘം യുവാക്കൾ കത്തിവീശി കാണിച്ചത് നാട്ടുകാർ ചോദ്യം ചെയ്തു. പിന്നീടുണ്ടായത് ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ. ലഹരി സംഘത്തിൽപ്പെട്ട യുവാക്കളും നാട്ടുകാരും തമ്മിൽ ആദ്യം സംഘർഷമുണ്ടാകുന്നു. നാട്ടുകാരനായ യുവാവ് പ്രശ്നത്തിൽ ഇടപെട്ടതോടെ അയാളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. യുവാവിനെ കാറിടിച്ച് വീഴ്ത്താൻ ശ്രമിച്ച സംഘം അയാളെ ബോണറ്റിൽ വെച്ച് 1 കിലോമീറ്ററോളം വാഹനം ഓടിച്ചു. 4 അംഗ സംഘമാണ് രാത്രിയിൽ ഭീതി പരത്തിയതെന്നാണ് നാട്ടുകാരുടെ മൊഴി. കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് ലഹരി സംഘങ്ങളായ യുവാക്കളും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായത്. ഒട്ടേറെ യുവാക്കൾ താമസിക്കുന്ന ഹോസ്റ്റലുകളുള്ള സ്ഥലത്തായിരുന്നു സംഭവം. ഇവിടുത്തെ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളെ കാണാനെത്തിയ യുവാക്കളാണ് അക്രമം നടത്തിയത്. സുഹൃത്തിന്റെ മുറിയിൽ മദ്യപിക്കുന്നതിനിടെ തർക്കമുണ്ടാവുകയും അക്രമാസക്തരാവുകയുമായിരുന്നു. ചെടിച്ചട്ടികൾ എറിഞ്ഞു പൊട്ടിക്കുകയും അക്വേറിയം തകർക്കുകയും ചെയ്ത ശേഷം പുറത്തിറങ്ങിയവർ ബഹളം കേട്ടെത്തിയ നാട്ടുകാരോടും കയർത്തു. നാട്ടുകാർ സംഘടിച്ചതോടെ യുവാക്കൾ കാറിൽ കയറി വേഗത്തിൽ ഓടിച്ചു പോകാൻ ശ്രമിച്ചെങ്കിലും 2 പേർ ഇത് തടഞ്ഞു. എന്നാൽ കാർ മുന്നോട്ടെടുത്തപ്പോൾ അതിലൊരാൾ ബോണറ്റിലേക്ക് വീണു. ഇയാളുമായി 1 കിലോമീറ്ററോളം കാർ ഓടിച്ചു. പിന്നാലെ എത്തിയ നാട്ടുകാരാണ് വഴിയരികിൽ വീണുകിടക്കുന്ന നിലയിൽ ഇയാളെ കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രിയിലാക്കുകയായിരുന്നു. ഇയാൾ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയിട്ടുണ്ട്. 4 അംഗ സംഘത്തിലെ ഒരാൾക്ക് കാറിൽ കയറാൻ കഴിഞ്ഞില്ല. ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതോടെ യുവാക്കൾ അക്രമാസക്തരായെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 കൊച്ചി. കുരുന്നു പ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട കുട്ടികൾ പിന്നെ അമ്മയുടെ തണലിൽ വളർന്നു വരേണ്ടവരാണവർ. എന്നാൽ സംരക്ഷണം നൽകേണ്ട അമ്മ സ്വന്തം കുഞ്ഞുങ്ങളെ ഒരു കഴുകന് മുന്നിലേക്കാണ് ഇട്ടുകൊടുത്തത്. എറണാകുളം കുറുപ്പമ്പടിയിലെ 8ഉം 10ഉം വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെ അമ്മയുടെ കാമുകൻ പീഡിപ്പിച്ച കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. അമ്മയുടെ അറിവോടെയാണ് പ്രതി ധനേഷ് പീഡിപ്പിച്ചതെന്നാണ് മൊഴി. പീഡന വിവരം കുട്ടികൾ അമ്മയോട് പറഞ്ഞെങ്കിലും പരാതി കൊടുക്കാൻ പോലും യുവതി തയ്യാറായില്ല. പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
പെരുമ്പാവൂർ കുറുപ്പുംപടിയിൽ 10-12 വയസ്സുള്ള കുഞ്ഞുങ്ങൾ പീഡനത്തിനിരയായ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അമ്മയുടെ അറിവോടെയാണ് കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെട്ടത്. അവസാന 3 മാസം പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നത് അമ്മയുടെ അറിവോടെയാണെന്നാണ് പ്രതി ധനേഷ് പോലീസിന് നൽകിയ മൊഴി. ഇതേ തുടർന്നാണ് പോലീസ് വീണ്ടും അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. പീഡന വിവരം മറച്ചുവെച്ചതിനാണ് പോലീസ് അമ്മയ്ക്കെതിരെ നടപടിയെടുത്തത്. പീഡന വിവരം കുട്ടികൾ അമ്മയോട് പറഞ്ഞിരുന്നെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം ലൈംഗിക വൈകൃതങ്ങൾ ഉള്ളയാളാണ് ധനേഷ് എന്നാണ് പോലീസ് നിഗമനം. പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയതായും പോലീസ് കണ്ടെത്തി. കുട്ടികളുടെ രഹസ്യമൊഴി പോലീസ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. ധനേഷാണ് തങ്ങളെ അതിക്രമത്തിന് ഇരയാക്കിയതെന്ന് കുട്ടികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അമ്മയുടെ സുഹൃത്തായ പ്രതി കുറുപ്പുംപടിയിലെ വാടക വീട്ടിലെത്തിയാണ് 10-12 വയസ്സ് വീതമുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നത്. 2023 ജൂൺ മുതൽ കുട്ടികൾ നിരന്തരമായി പീഡനത്തിനിരയായിരുന്നു. മുഖത്ത് അടിക്കുന്നതുൾപ്പെടെയുള്ള ശാരീരിക ഉപദ്രവങ്ങളും കുട്ടികൾ ഇയാളിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഭർത്താവ് മരിച്ച ശേഷമാണ് ധനേഷ് കുമാറുമായി കുട്ടികളുടെ അമ്മ സൗഹൃദത്തിലായത്. ലോറിയും ടാക്സിയും ഓടിച്ചിരുന്ന പ്രതി ശനി ഞായർ ദിവസങ്ങളിൽ ഇവരുടെ വീട്ടിലാണ് തങ്ങിയിരുന്നത്. മൂത്ത പെൺകുട്ടി അമ്മയുടെ ഫോണിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരുന്നു. ഇതിൽ സഹപാഠിയുടെ ചിത്രം കണ്ട പ്രതി ഈ കുട്ടിയെ കൂടി വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ മൂത്ത കുട്ടിയെ നിർബന്ധിച്ചിരുന്നു. ഇക്കാര്യം അറിയിച്ച് സഹപാഠിക്ക് എഴുതിയ കുറിപ്പ് സ്കൂളിലെ അധ്യാപികയുടെ മകളായ പെൺകുട്ടി കണ്ടതാണ് കേസിൽ വഴിത്തിരിവായത്. വിവരമറിഞ്ഞ അധ്യാപിക പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ് പ്രതി. അതേസമയം സംഭവത്തിൽ ഇടപെട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടികളെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് CWC കൗൺസിലിംഗ് നൽകും. ന്യൂസ് 18 കൊച്ചി. വീടിന് പുറത്തിറങ്ങിയാൽ എന്നും ആദ്യം കാണുന്ന മനുഷ്യരാണ് അയൽവാസികൾ. ഏതാവശ്യത്തിന് വിളിച്ചാലും ഓടിയെത്തുന്നവർ. എന്നാൽ ഇന്ന് അയൽവാസികൾ തമ്മിലുള്ള സ്നേഹവും സഹവർത്തിത്വവും നഷ്ടപ്പെടുന്ന കാഴ്ച. ചെറിയ പ്രശ്നത്തിന് പോലും കൊല്ലും കൊലയും നടക്കുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വസ്തുതർക്കത്തിൻ്റെ പേരിൽ ഒരു നിമിഷത്തിൻ്റെ ആവേശത്തിലാണ് അയൽവാസിയെ കൊലപ്പെടുത്തിയത്. കാലങ്ങളായി തുടരുന്ന അതിർത്തി തർക്കം പരിഹരിക്കാൻ അതിരുതിരിച്ച് കല്ലിടാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ശശി എന്ന 70-കാരൻ കുത്തേറ്റ് കൊല്ലപ്പെട്ടത്. കേസിൽ അറസ്റ്റിലായ അയൽവാസി സുനിൽ ജോസ് ഇപ്പോൾ റിമാൻഡിലാണ്. നെയ്യാറ്റിൻകര മാവിളക്കടവിൽ 70-കാരനായ ശശിക്ക് അയൽവാസിയുടെ കുത്തേറ്റതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണിത്. ശശിയുടെ മകൾ സജിതയുടെ അയൽവാസിയാണ് കേസിലെ പ്രതിയായ സുനിൽ ജോസ്. സുനിലിന്റെ ഭാര്യാപിതാവിൽ നിന്ന് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് സജിത പറമ്പ് വാങ്ങുന്നത്. അക്കാലം മുതൽ തന്നെ ഇരു കുടുംബങ്ങളും തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടായിരുന്നു. രണ്ടാമത് വീണ്ടും താലൂക്ക് സർവേയർക്ക് ഇവർ പരാതി കൊടുത്ത് ഈ കുത്തിയ ആളിൻ്റെ മരിച്ച ആളിൻ്റെ ബന്ധുക്കൾ പരാതി കൊടുത്തിട്ട് വീണ്ടും വന്നിട്ട് ഇന്ന് അളക്കുകയായിരുന്നു. അളന്നപ്പോൾ അവർ പറഞ്ഞു സർവേ പ്ലാൻ പ്രകാരം ഈ അളന്നിരിക്കുന്നതാണ് കറക്റ്റ് അളവ്, ഇതിൽ മാറ്റം വരുത്താനില്ല, ഇതിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞു പോയതിന് പുറകെയാണ് ഇയാളുണ്ടായിരുന്ന കല്ലുകൾ അടിച്ച് പൊളിക്കുകയും വേലിക്കല്ലുകൾ പൊളിച്ച് മാറ്റുകയും റീസർവേ കല്ലിനെ കുഴിച്ച് എടുക്കുകയും ഇയാൾ കെട്ടിയിരുന്ന മതിൽ പൊളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇയാൾ ഇടിച്ചത്. അപ്പോൾ കയ്യിൽ കത്തി ഉണ്ടായിരുന്നതുകൊണ്ടാണ് കുത്തുപറ്റിയത്. തർക്കം പോലീസ് സ്റ്റേഷനിലേക്കും പിന്നീട് നെയ്യാറ്റിൻകര തഹസീൽദാരുടെ മുന്നിലേക്കും നീണ്ടു. തുടർന്ന് റീസർവേ പ്രകാരം അതിര് തിരിച്ച് കല്ലിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് വാക്കേറ്റവും കൊലപാതകവും. റീസർവേ അധികൃതർ സ്ഥാപിച്ച അതിരുകല്ലും വേലിയും ശശി പിഴുതുമാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് പ്രകോപിതനായി എത്തിയ സുനിൽ കുത്തിവീഴ്ത്തിയത്. കൃത്യം നടന്ന സ്ഥലത്തു നിന്ന് തന്നെ ഓട്ടോ ഡ്രൈവറായ പ്രതി സുനിൽ ജോസിനെ പൊഴിയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അളക്കുന്ന സമയത്ത് വേറെ സംസാരം ഉണ്ടായതേ ഉള്ളൂ. ഓടി അടുത്തിങ്ങനെ ഓടിപ്പോയി, ഓടിച്ചെന്ന് അടുത്തൊന്നും വലിച്ചൂരി എടുത്തപ്പോഴും ഇങ്ങനെ ഇരിക്കണം നമുക്ക് അറിഞ്ഞൂടായിരുന്നു. വലിച്ചൂരി എടുത്തപ്പോഴാണ് ഞാൻ വിളിച്ചത്. ഞാൻ അവിടെ നിൽക്കണം, അവിടെ ആള് നിൽക്കണം, അതുപോലെ അവിടെ നിൽക്കണം. അങ്ങനെ ഞാൻ ഓടി
ഞാൻ ഓടി അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ പുറകിലൂടെ നിന്ന് വീണ് കമന്നു അങ്ങനെ വീണ്. അപ്പൊ വേറെ ഇവിടെ ഒന്നും ചെയ്തില്ല. ഇവിടെ നോക്കിയപ്പോ ഇവിടെ ഒന്ന് ബ്ലഡ് തുണിയിൽ വല്ലതൊക്കെ ഈ സൈഡിൽ എവിടെയാണ് സൈഡിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തുടർന്ന് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പ്രതി സുനിലിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രണയിച്ച നാളുകളിൽ അവൻ അപകടകാരിയാണെന്ന് എല്ലാവരും പറഞ്ഞതാണ്. യാസർ ലഹരിക്കടിമയാണെന്നും പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നവനാണെന്നും ഷിബില വിശ്വസിച്ചില്ല. എന്നാൽ വിവാഹത്തിന് ശേഷമാണ് അയാളുടെ ലൈംഗിക വൈകൃതം തിരിച്ചറിയാൻ കഴിഞ്ഞത്. ലഹരി ഉപയോഗിച്ച ശേഷമുള്ള അതിക്രമം സഹിച്ച് 5 വർഷത്തോളം അയാളുടെ കൂടെ താമസിച്ചു. ഒടുവിൽ പ്രാണന് തുല്യം സ്നേഹിച്ചവൻ പ്രാണനെടുത്തത് 11 തവണ കത്തി കൊണ്ട് കുത്തിയാണ്. കോഴിക്കോട് ഷിബില വധക്കേസിൽ കൊലപാതകത്തിനായി പ്രതി യാസർ ഉപയോഗിച്ചത് 2 കത്തികളെന്ന് പോലീസ് കണ്ടെത്തി. ഷിബിലയെയും പിതാവിനെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് 2 കത്തികൾ യാസർ കൊണ്ടുവന്നതെന്നാണ് പോലീസ് നിഗമനം. കൈതപ്പൊയിലങ്ങാടിയിൽ നിന്നും വാങ്ങിയ മൂർച്ചയേറിയ പുതിയ കത്തിക്കൊപ്പം മറ്റൊരു സ്റ്റീൽ കത്തി കൂടി യാസറിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു. ഭാര്യ ഷിബിലയെയും പിതാവിനെയും ആക്രമിക്കാനായിരുന്നു 2 കത്തികൾ കരുതിയെന്നാണ് പോലീസ് നിഗമനം. 11 കുത്തുകളാണ് ഷിബിലയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. ഇതിൽ കഴുത്തിന് പിന്നിലേറ്റ ആഴത്തിലുള്ള 2 മുറിവുകളാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. മുറിവുകളിൽ ചിലത് ചെറിയ കത്തിയിൽ നിന്നുള്ളവയായിരുന്നു. 2 കത്തികളിലും രക്തക്കറയുള്ളതിനാൽ കൃത്യത്തിനായി ഇവ രണ്ടും ഉപയോഗിച്ചതായാണ് പോലീസ് കരുതുന്നത്. ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം കത്തികൾ കോടതിയിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷിബിലയുടെ മാതാപിതാക്കളായ അബ്ദുറഹ്മാൻ, ഹസീന എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. തിങ്കളാഴ്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. പ്രതിയെ ഈങ്ങാപ്പുഴയിലെ വീട്ടിലടക്കമെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ന്യൂസ് 18 കോഴിക്കോട്. ഉമ്മച്ചി എന്നോട് ക്ഷമിക്കണം, ക്ഷമിച്ചു മക്കളെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ കഴുത്തിൽ ഷാൾ മുറുക്കി. പിന്നെ തനിക്കൊന്നും ഓർമ്മയില്ല. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാൻ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച വിവരം വെളിപ്പെടുത്തുകയാണ് ഉമ്മ ഷെമി. അഫാൻ തന്നെയാണ് കൂട്ടക്കൊലപാതകം നടത്തിയതെന്ന് ഷെമി പോലീസിന് മൊഴി നൽകി. അതേസമയം കൂട്ടക്കൊലയ്ക്ക് മുൻപ് ആത്മഹത്യ ചെയ്യുന്ന വീഡിയോകൾ അഫാൻ മൊബൈൽ ഫോണിൽ കണ്ടതിനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഏതെല്ലാം തരത്തിൽ ആത്മഹത്യ ചെയ്യാം എന്ന വീഡിയോകളാണ് പ്രതി യൂട്യൂബിൽ തിരഞ്ഞത്. ഇളയ മകനെ അടക്കം 5 പേരെ കൊന്ന കേസിൽ പ്രതി അഫാനെതിരായ മൊഴി ഉമ്മ ഷെമി ആവർത്തിച്ചു. കട്ടിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്ന് തുടക്കത്തിൽ പറഞ്ഞ ഷെമി പിന്നീടാണ് മകനെതിരെ മൊഴി നൽകിയത്. സംഭവ ദിവസം രാവിലെ തന്റെ പിന്നിലൂടെ വന്ന അഫാൻ തന്റെ ഷോളിൽ പിടിച്ചിട്ട് ഉമ്മച്ചി എന്നോട് ക്ഷമിക്കുകയും പൊറുക്കുകയും വേണം എന്ന് പറഞ്ഞുവെന്ന് ഷെമി മൊഴി നൽകി. ക്ഷമിച്ചു മക്കളെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ കഴുത്തിൽ ഷോൾ മുറുകുന്നത് പോലെ തോന്നി. തുടർന്ന് ബോധം നഷ്ടപ്പെട്ടുവെന്നും അവർ വെളിപ്പെടുത്തി. അഫാനെ ഇനി കാണില്ലെന്നും കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും റഹീം നേരത്തെ പറഞ്ഞിരുന്നു. കൂട്ടക്കൊലപാതകം നടന്ന ആ വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ലെന്നും റഹീം പറഞ്ഞു. ആശുപത്രി വിട്ട ഭാര്യ ഷെമിക്കൊപ്പം അഗതി മന്ദിരത്തിലാണ് റഹീം ഇപ്പോൾ താമസിക്കുന്നത്. അതേസമയം ആത്മഹത്യ ചെയ്യുന്ന രീതികൾ അഫാൻ മൊബൈൽ ഫോണിൽ തിരഞ്ഞു കണ്ടുവെന്നാണ് പോലീസ് പറയുന്നത്. ഏതെല്ലാം രീതിയിൽ ജീവനെടുക്കാം എന്നാണ് യൂട്യൂബിൽ തിരഞ്ഞത്. എന്നാൽ അഫാന്റെ ശരീരത്തിൽ നിന്ന് ചെറിയ അളവിലാണ് എലിവിഷം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യാശ്രമം നാടകമാണെന്നാണ് പോലീസ് കരുതുന്നത്. ശീതളപാനീയത്തിൽ കലർത്തിയാണ് വിഷം കഴിച്ചതെന്ന് അഫാൻ മൊഴി നൽകിയിരുന്നു. 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാവുന്നതോടെ കൂട്ടക്കൊലപാതക കേസിലെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കും. ജനുവരി 24-നാണ് കനത്ത കടബാധ്യതയെ തുടർന്ന് അഫാൻ 5 ക്രൂര കൊലപാതകങ്ങൾ നടത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയം കൊടികുത്തി വാണ കാലം.
നിരവധി ചെറുപ്പക്കാരുടെ ചോര വീണ നാളുകൾ. 2005 ഓഗസ്റ്റ് 7 ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ വാർത്ത കേട്ടാണ് കേരളം ഉണർന്നത്. കണ്ണൂർ മുഴപ്പിലങ്ങാട് BJP പ്രവർത്തകൻ സൂരജിനെ കൊലപ്പെടുത്തിയ കേസ്. സംഭവം നടന്ന് 19 വർഷത്തിന് ശേഷം 9 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. കേസിലെ 10ാം പ്രതിയെ വെറുതെ വിട്ടു. CPM പ്രവർത്തകരായ പ്രതികൾക്കുള്ള ശിക്ഷ കണ്ണൂർ ജില്ലാ സെഷൻസ് കോടതി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. എന്നാൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർ നിരപരാധികളെന്നാണ് CPMന്റെ പ്രതികരണം. വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിധി. മുഴപ്പിലങ്ങാട്ടെ BJP പ്രവർത്തകനായ സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 1 മുതൽ 9 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. 10ാം പ്രതിയെ വെറുതെ വിട്ടു. ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. CPM നേതാക്കളും പ്രവർത്തകരുമാണ് കേസിലെ പ്രതികൾ. 2 മുതൽ 1ാം പ്രതി മരണപ്പെട്ടു. 2 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 143, 147, 148, 302 കൂടാതെ 120B എന്നിവയും ആംസ് ആക്ട് പ്രകാരമുള്ള കുറ്റമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ 7 മുതൽ 7, 8, 9 പ്രതികൾക്കെതിരെ ഈ കേസിൽ കൊലപാതകത്തിനുള്ള ഗൂഢാലോചന കുറ്റമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോജ് രാജ് നാരായണനും TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി TK രജീഷും ഉൾപ്പെടും. 2005 ഓഗസ്റ്റ് 7 രാവിലെ മുഴപ്പിലങ്ങാട് വെച്ചാണ് സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഓട്ടോയിലെത്തിയ പ്രതികൾ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊന്നെന്നാണ് കേസ്. ഇതിന് 6 മാസം മുൻപും സൂരജിനെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. അന്ന് വെട്ടേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു കൊലപാതകം. CPM വിട്ട് BJPയിൽ ചേർന്നതിന്റെ പകയായിരുന്നു കൊലപാതകത്തിന് കാരണം. ആദ്യം 10 പേരായിരുന്നു കേസിലെ പ്രതികൾ. പിന്നീട് 2 പേരെ കൂടി പ്രതി ചേർത്തു. ഇതിൽ 2 പേർ പിന്നീട് മരിച്ചു. 10 പ്രതികളിൽ 1ാം പ്രതിയാണ് TK രജീഷ്. NV യാഗേഷ്, K ഷംജിത്ത്, നെയ്യോത്ത് സജീവൻ, പ്രഭാകരൻ, KV പത്മനാഭൻ, മനോമ്പേത്ത് രാധാകൃഷ്ണൻ, നാഗത്താൻകോട്ട പ്രകാശൻ, പ്രദീപൻ എന്നിവരാണ് മറ്റു പ്രതികൾ. ഇതിൽ പ്രകാശനെയാണ് വെറുതെ വിട്ടത്. കൊലപാതകം, ഗൂഢാലോചന തുടങ്ങിയവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. ന്യൂസ് 18 കണ്ണൂർ. പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത് മലപ്പുറം കോട്ടക്കലിൽ അസം സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസാണ്. ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഹാബിൽ ഹുസൈൻ എന്ന യുവാവിൻ്റെ ജീവനെടുത്തത്. ഇയാൾ ലഹരി സംഘത്തിലെ കണ്ണിയാണെന്നും സംഘവുമായി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് പറയുന്നു. കേസിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് കോട്ടക്കൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: ഹാബിൽ ഹുസൈൻ മയക്കുമരുന്നും കഞ്ചാവുമെല്ലാം ഉപയോഗിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്ന ആളായിരുന്നു. മയക്കുമരുന്ന് ലഹരി സംഘങ്ങളുമായി ബന്ധവുമുണ്ടായിരുന്നു. കഞ്ചാവ് പങ്കുവയ്ക്കുന്നതിൽ തർക്കമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഈ മാസം 1-ാം തീയതി നസറുദ്ദീനും സുഹൃത്തുക്കളുമായി തർക്കമുണ്ടാവുകയും തുടർന്ന് ഹാബിൽ ഹുസൈന്റെ തലയ്ക്ക് നസറുദ്ദീനും സംഘവും വടികൊണ്ടടിക്കുകയും ചെയ്തു. ബോധം പോയ ഹാബിൽ ഹുസൈനെ കോട്ടക്കൽ സംഗീത തിയേറ്ററിന്റെ പരിസരത്ത് ഉപേക്ഷിച്ച് പ്രതികൾ കടന്നുകളഞ്ഞു. തിരിച്ചറിയാനാകാതെ ചികിത്സയിലിരുന്ന് ഇയാൾ 2 ദിവസത്തിന് ശേഷം മരിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിയത്. തിരൂരങ്ങാടി ചന്തപ്പടി പാറയിൽ മുഹമ്മദ് നസറുദ്ദീൻ, ഒഴൂർ ഓമച്ചപ്പുഴ തറമ്മൽ ജുനൈദ്, കോട്ടക്കൽ KN ബസാർ കോലന്തിരുത്തി അബ്ദുൽ ബാസിദ്, കൽപ്പകഞ്ചേരി മഞ്ഞച്ചോല കടിയപ്പുറം ഷുഹൈബ് എന്നിവരെയാണ് കോട്ടക്കൽ CI വിനോദ് വലിയാറ്റൂരും സംഘവും പിടികൂടിയത്. ലഹരി ഇടപാടുമായിട്ടുള്ളതാണ്. ഇവർക്ക് ഈ മരിച്ച ആൾക്ക് കുറച്ച് കഞ്ചാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് അത് വിൽപ്പന നടത്തിയതായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കമാണ് മരണത്തിലേക്ക് കലാശിച്ചത്. മുഖ്യ പ്രതിയായിട്ടുള്ള നസറുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ തിരുവങ്ങാടി സ്റ്റേഷൻ ലിമിറ്റിലെ റൗഡി ഷീറ്റിലുള്ള റൗഡി ആയിട്ടുള്ള ആളാണ് എന്ന് മനസ്സിലാവുകയും അവരും ഒപ്പമുള്ള 2 പേരും ചേർന്നിട്ടാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് മനസ്സിലാവുകയും ചെയ്യുകയും ഇന്ന് രാവിലെയോടെ ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. തിരൂരങ്ങാടി സ്വദേശി നസറുദ്ദീൻ ലഹരി ശൃംഖലയിലെ മുഖ്യ കണ്ണിയാണ്. കോട്ടക്കലും തിരൂരങ്ങാടിയും കേന്ദ്രീകരിച്ച് മയക്കുമരുന്നും ലഹരി മരുന്നുകളും പെൺവാണിഭവുമെല്ലാം നടത്തുന്നവരാണ് കേസിൽ ഉൾപ്പെട്ട പ്രതികൾ. ന്യൂസ് 18 മലപ്പുറം.
കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ പട്ടാപ്പകൽ നടന്ന ഒരു കവർച്ചയിലേക്കാണ്. സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് 40 ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ പല ദുരൂഹതകളുമുണ്ട്. കാറിന്റെ ചില്ലു തകർത്താണ് ചാക്കിൽ സൂക്ഷിച്ച പണം കവർന്നതെന്നാണ് പരാതിക്കാരന്റെ മൊഴി. എന്നാൽ പണത്തിന്റെ ഉറവിടം, ഇത്രയധികം പണം ചാക്കിനുള്ളിൽ എന്തിനു സൂക്ഷിച്ചു തുടങ്ങിയ കാര്യങ്ങൾ സംശയം ജനിപ്പിക്കുന്നതാണ്. കേസിൽ പരാതിക്കാരനെ അടക്കം പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ CCTV ദൃശ്യം കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. പൂവാട്ടുപറമ്പിൽ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് 40 ലക്ഷം രൂപ നഷ്ടമായതായാണ് പരാതി. ആനക്കുഴിക്കര സ്വദേശി റഹീസാണ് പരാതിക്കാരൻ. കാറിന്റെ ചില്ല് തകർത്താണ് ചാക്കിൽ സൂക്ഷിച്ച പണം കവർന്നതെന്നാണ് ഇയാളുടെ മൊഴി. എന്നാൽ സംഭവത്തിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട്. പണത്തിന്റെ ഉറവിടം, ഇത്രയധികം പണം ചാക്കിനുള്ളിൽ എന്തിനു സൂക്ഷിച്ചു, ബൈക്കിലെത്തിയവർ കൊണ്ടുപോയ ചാക്കിലുള്ളത് പണം തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളിലാണ് വ്യക്തത തേടുന്നത്. ബൈക്കിലെത്തിയ 2 പേർ ചാക്കുകെട്ടുമായി പോകുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. റഹീസിന്റെ ഭാര്യാപിതാവിന്റെ കച്ചവട സ്ഥാപനം വിറ്റപ്പോൾ ലഭിച്ച പണം അദ്ദേഹം സ്ഥലത്തില്ലാത്തതിനാൽ റഹീസിനെ ഏൽപ്പിക്കുകയായിരുന്നുവെന്ന് അമ്മ സുഹ്ര പറഞ്ഞു. പൈസ ഇവളപ്പൻ്റെ മുതലാളി എന്തോ കട വിറ്റ പൈസ. അപ്പൊ ഞാൻ ചോദിച്ചു, കട വിറ്റ പൈസ ഓൽക്ക് ഓല സ്ഥലത്ത് വെച്ചുകൂടെ, അതെന്തിനാ ഇവിടെ കൊണ്ടുവച്ചത്? അപ്പൊ പറയും മുതലാളി ഇവിടെ ഇല്ല, മുതലാളിന്റെ ആളുകൾ എടുത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞാണ് അയാൾ വന്നാൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇവളൊപ്പം വിളിക്കുമ്പോ പൈസ കൊണ്ട് കൊടുക്കില്ല. എത്ര സംഖ്യ കൊണ്ടുവന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഇന്നലെ ഞാൻ നോമ്പർക്ക് വന്നപ്പോൾ ഇവള് പറഞ്ഞു എന്നോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞാണ് ആരാന്റെ പൈസ ഇവിടെ വെക്കണ്ട. ഭാര്യാപിതാവ് നിർദ്ദേശിച്ച ആൾക്ക് പണം കൈമാറാനാണ് പൂവാട്ടുപറമ്പിലേക്ക് പോയതെന്നും പണം ഏറ്റുവാങ്ങാനെത്തിയ ആളെ കാണാൻ പോയി തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ചാ വിവരം അറിഞ്ഞതെന്നുമാണ് റഹീസ് പോലീസിന് നൽകിയ മൊഴി. റഹീസിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ചിലർ ഉപകാരം ചെയ്യുന്നത് ഗുണത്തെക്കാളധികം ദോഷമാകാറുണ്ട്. കൊല്ലം ചടയമംഗലത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയ്ക്ക് ഭക്ഷണം എത്തിച്ചു നൽകിയിരുന്നത് ബന്ധുക്കളായിരുന്നു. നേരിട്ട് നൽകാൻ കഴിയാതെ വരുമ്പോഴൊക്കെ ഓട്ടോ ഡ്രൈവറുടെ കൈവശം കൊടുത്തുവിടുന്നതാണ് പതിവ്. കഴിഞ്ഞ ദിവസം ഭക്ഷണം കൊടുത്തുവിട്ട ഓട്ടോ ഡ്രൈവർ ഭക്ഷണപ്പൊതി നൽകിയതിനൊപ്പം വയോധികയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞു. ഒടുവിൽ പ്രദീപിനെ പോലീസ് കൈയോടെ പിടികൂടുകയും ചെയ്തു. പ്രദീപിനെ മോഷണം നടത്താൻ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ്. ചടയമംഗലം ആക്കോണം സ്വദേശി 71 വയസ്സുള്ള ഓമനയുടെ വീട്ടിലാണ് ഓട്ടോ ഡ്രൈവർ മുരുക്കുമൺ സ്വദേശി 45-കാരൻ പ്രദീപ് ഉച്ചയൂണുമായി എത്തിയത്. ഭക്ഷണപ്പൊതി വീടിനുള്ളിലേക്ക് വെച്ച ശേഷം ഓമനയുടെ കഴുത്തിൽ കിടന്ന 4.5 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച് ഓട്ടോയിൽ കടന്നു കളയുകയായിരുന്നു. ബഹളം കേട്ടെത്തിയ അയൽവാസികളാണ് പോലീസിൽ വിവരമറിയിച്ചത്. അവരാവശ്യപ്പെടാതെ തന്നെ ചോറുമായിട്ട് അവിടെ ചെല്ലുകയും ചോറ് അവർക്ക് കൊടുത്ത് സമയം തന്നെ അവരുടെ കഴുത്തിൽ കിടന്ന ഏകദേശം 5 പവനോളം തൂക്കം വരുന്ന മാല പൊട്ടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം ഒരു 1:45-2 മണിയോട് ഇങ്ങനെ ഒരു പരാതി ഉള്ളതായിട്ട് വിവരം ലഭിച്ചു. സ്റ്റേഷനിൽ പരാതി ലഭിച്ചില്ല. ഒരു മോൻ മുഖാന്തരം ഒരു അയൽവാസി വിളിച്ച് അറിയിച്ചതനുസരിച്ചാണ് പോലീസ് SI പാർട്ടി അവിടെ ചെല്ലുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് തെളിവുകളൊന്നും പ്രത്യക്ഷത്തിൽ കിട്ടിയില്ല എങ്കിലും ഒരു ഓട്ടോറിക്ഷ സംശയാതീതമായി അവിടെ വന്നു പോയതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ നമുക്ക് പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിഞ്ഞത്. പ്രതിയിൽ നിന്ന് നമുക്ക് മാലയും മറ്റ് കേടുപാടുകളൊന്നും കൂടാതെ തന്നെ തിരിച്ച് അതുപോലെ തന്നെ കിട്ടുകയും ചെയ്തു. ഈ പ്രതിയെ കസ്റ്റഡിയിൽ മേടിച്ച് കൂടുതൽ ആരെങ്കിലും ഇത് ഉൾപ്പെട്ടിട്ടുണ്ടോ, ഏത് രീതിയിലാണ് ഇൻഫർമേഷൻ കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഓമനയിൽ നിന്നും അയൽവാസികളിൽ നിന്നുമായി ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രദീപിനെ ഇയാളുടെ വീട്ടിൽ നിന്നും പിടികൂടിയത്. കുറ്റം സമ്മതിച്ച പ്രതി ഓട്ടോയിൽ ഒളിപ്പിച്ചിരുന്ന മാല പോലീസിന് എടുത്തു നൽകുകയും ചെയ്തു. സാധാരണയായി ബന്ധുക്കളാണ് ഓമന അമ്മയ്ക്ക് ഉച്ചയൂണ് എത്തിച്ചു നൽകിയിരുന്നത്. എന്നാൽ ചില ദിവസങ്ങളിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കയ്യിലും ഓമനയ്ക്ക് പൊതിച്ചോറ് കൊടുത്തുവിടാറുണ്ട്.
ഇത് മനസ്സിലാക്കിയ പ്രദീപ് പൊതിച്ചോറുമായി വീട്ടിലെത്തിയാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. പ്രദീപിനെ മോഷണം നടത്താൻ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. കർണാടകയിൽ ഹണി ട്രാപ്പ് വിവാദം കത്തുന്നു. 48 MLA-മാർ ഹണി ട്രാപ്പിന് ഇരകളായി എന്ന് മന്ത്രി KN രാജണ്ണ വെളിപ്പെടുത്തൽ നടത്തിയതോടെയാണ് വിവാദത്തിന് ചൂടുപിടിച്ചത്. സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസിൽ അധികാര വടംവലി ശക്തമാകുന്നതിനിടെയാണ് ഹണി ട്രാപ്പ് ആരോപണങ്ങളും പുറത്തുവന്നത്. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കുറ്റവാളികളെ വെറുതെ വിടില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം ഹണി ട്രാപ്പ് വിവാദം കർണാടക രാഷ്ട്രീയത്തിൽ ചൂടുപിടിക്കുകയാണ്. നിയമസഭാംഗങ്ങളെ ഹണി ട്രാപ്പിൽ കൊടുക്കാൻ മുഖ്യമന്ത്രി പദം ലക്ഷ്യമിടുന്ന ആരോ ശ്രമിക്കുന്നുവെന്ന BJP MLA ബസൻഗൌഡ പാട്ടീൽ യത്നാലിന്റെ പരാമർശത്തോടെയാണ് ഹണി ട്രാപ്പ് വിവാദം ചർച്ചയായത്. യത്നാലിന്റെ പരാമർശത്തിന് മറുപടി പറഞ്ഞ സഹകരണ മന്ത്രി KN രാജണ്ണ സംസ്ഥാനത്തെ 48 MLA-മാരെ ഹണി ട്രാപ്പിൽ കുടുക്കിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി. ഇതിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ല. തന്നെയും കുടുക്കാൻ ശ്രമം നടന്നിട്ടുണ്ടെന്ന് സമ്മതിച്ച രാജണ്ണ കർണാടക ഒരു CD പെൻഡ്രൈവ് ഫാക്ടറി എന്ന ദുഷ്പേര് നേടിയതായും സഭയിൽ പറഞ്ഞു. സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസിൽ അധികാര വടംവലി ശക്തമാകുന്നതിനിടെയാണ് ഹണി ട്രാപ്പ് ആരോപണങ്ങളും പുറത്തുവന്നത്. സംഭവം നിയമസഭയെയും ചൂടുപിടിപ്പിച്ചു. വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. സ്പീക്കർക്ക് നേരെ പേപ്പർ കീറിയെറിഞ്ഞായിരുന്നു പ്രതിഷേധം. ഹണി ട്രാപ്പ് റാക്കറ്റിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ആരെയും സംരക്ഷിക്കില്ലെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സഭയെ അറിയിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ മകനെയോർത്ത് കണ്ണീരൊഴുക്കുന്ന ഒരമ്മയുണ്ട് കോഴിക്കോട് എലത്തൂരിൽ. ഒരിക്കൽ മകൻ രാഹുലിനെ വീട്ടിൽ നിന്നും ലഹരി കേസിൽ പോലീസ് പൊക്കിയപ്പോഴാണ് അമ്മ മിനിയും കുടുംബവും അവനെക്കുറിച്ച് അറിഞ്ഞത്. ലഹരിക്കടിമയായ മകൻ വീട്ടുകാരെ ഉപദ്രവിക്കുന്നത് പതിവ്. സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ചു. പണം നൽകണമെന്നാവശ്യപ്പെട്ട് നിരന്തരം ബഹളം. പിന്നീട് പോക്സോ കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ രാഹുൽ പ്രതിയായി. 9 മാസം ജയിലിലും കിടന്നു. കഴിഞ്ഞ ദിവസം ജാമ്യത്തിലിറങ്ങി മുങ്ങിയ രാഹുൽ വീട്ടിലെത്തി വീണ്ടും ബഹളമുണ്ടാക്കി. പിന്നാലെ അമ്മ പോലീസിനെ വിളിച്ചതോടെ വീട്ടിൽ നാടകീയ സംഭവങ്ങൾ. പോലീസ് എത്തിയപ്പോൾ യുവാവ് കഴുത്തിൽ ബ്ലേഡ് വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് അനുനയിപ്പിച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അക്രമികളായ മക്കളെ സംരക്ഷിക്കുന്ന ചില മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. ഒടുവിൽ വീട്ടിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴായിരിക്കും അതെല്ലാം പുറം ലോകം അറിയുക. മക്കളെ നിലയ്ക്ക് നിർത്തേണ്ട സമയത്ത് ഇടപെടണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതുപോലെ ദുഃഖിക്കേണ്ടി വന്നേക്കാം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.